ഹായ് ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ ഇംഗ്ലീഷ് ക്ലാസ് ഓഫ് ലീഡ്സ് അക്കാദമി. മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് നിഷാ സാറ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ഐ വിൽ ഫ്ലൈ. ഓക്കെ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഇതൊരു ഇൻസ്പയറിംഗ് ജേണിയുടെ ഒരു കഥയാണ് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കഥയിലേക്കാണ് നമ്മൾ ഇതിൽ വരാൻ പോകുന്നത്. ആൻഡ് ആൻ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് ശ്രീകാന്ത് ബോല ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി ആൻഡ് അച്ചീവിങ് സക്സസ്. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ശ്രീകാന്ത് ബോല. ശ്രീകാന്ത് ബോല എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇൻസ്പയറിംഗ് ജേർണിയാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഹൂ ഈസ് ശ്രീകാന്ത് ബോല? ശ്രീകാന്ത് ബോല ആരാണെന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ശ്രീകാന്ത് ബോല. ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം എന്തോ ഒരു അദ്ദേഹത്തിന് ഒരു ഡിസബിലിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചശക്തി ഇല്ല, ബ്ലൈൻഡ് ആണ് ആള്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് ജേണിയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. സോ ദിസ് ഈസ് ശ്രീകാന്ത് ബോല. ശ്രീകാന്ത് ബോല വാസ് ബോൺ ഇൻ 1991 അറ്റ് മച്ചിലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. മച്ചിലിപട്ടണം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ബീൻ ദ യൂത്ത് ലീഡർ സിൻസ് 2005 ആൻഡ് ഹി ഈസ് ദ യൂത്ത് ലീഡർ ഓഫ് ഫ്രം 2025. And he was the member of Lead India campaign 2020. 2020 APJ അബ്ദുൽ കലാം ഇനിഷ്യേറ്റ് ചെയ്ത യൂത്ത് മൂവ്മെന്റിന്റെ പേരായിരുന്നു ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ. ഓക്കെ, അതിന്റെ വൺ ഓഫ് ദ മെമ്പർ ആയിരുന്നു ശ്രീകാന്ത് ബോല. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഇൻ 2012. ബോല സെറ്റപ്പ് എ ബോലാൻ ഇൻഡസ്ട്രി വിത്ത് രവി മാത എന്ന് പറയുന്ന ആളുമായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഇൻഡസ്ട്രിയാണ് ബോലാൻ ഇൻഡസ്ട്രി. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾ ക്രാഫ്റ്റഡ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് പ്രോഡക്ട്സ് ആണ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ. അത് റീസൈക്കിൾഡ് മെറ്റീരിയലിൽ നിന്ന് അദ്ദേഹം ക്രാഫ്റ്റ് പേപ്പറും പാക്കേജിംഗ് പ്രോഡക്റ്റുകളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ശ്രീകാന്ത് ബോല ഈസ് ദ ഡയറക്ടർ ഓഫ് സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ. സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ ഫൗണ്ടറാണ് അദ്ദേഹം. ആൻഡ് ഹി വാസ് നെയ്മഡ് ദ ഫോർബ്സ് മാഗസിൻ ലിസ്റ്റ് 30 under 30 അക്രോസ് ഏഷ്യ. അപ്പോൾ അദ്ദേഹത്തിന് ഫോർബ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ മാഗസിനിൽ ഒന്നാണ്. അതിൽ അദ്ദേഹത്തിനെ റാങ്ക് ചെയ്തപ്പോൾ 30 out of 30 പീപ്പിളിൽ വൺ ഓഫ് ദ മെമ്പർ ആയിട്ട് അല്ലെങ്കിൽ വൺ ഓഫ് ദ പോപ്പുലർ പേഴ്സൺ ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി സിനിമയായിട്ടുണ്ട് ഹിന്ദിയിൽ. ശ്രീകാന്ത് എന്ന് തന്നെ പറഞ്ഞിട്ട് രാജ്കുമാർ അഭിനയിച്ച ഒരു സിനിമയാണത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സ്റ്റോറിയുടെ ഒരു ചെറിയ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് ശ്രീകാന്ത് ബോല, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ഐ വിൽ ഫ്ലൈ. എന്താ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്ത് ഞാൻ പറന്നുയരും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് തൊട്ടാണ് പറയാൻ പോകുന്നത്. സോ ശ്രീകാന്ത് ബോല ബർത്ത് ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രീകാന്ത് ബോല സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ഷെയർസ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ഹിസ് ലൈഫ് ത്രൂ എ സ്പീച്ച്. ഇതൊരു സ്പീച്ചാണ്. ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ ജേർണി അദ്ദേഹം പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ്. ഇൻസ്പയറിംഗ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയാണ്. ബോൺ ടു എ പുവർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമർ, ശ്രീകാന്ത് വാസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. അപ്പോൾ അദ്ദേഹം ഒരു പുവർ ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പാരൻസ് ഒക്കെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജനനത്തോടെ തന്നെ അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. ബട്ട് ഹിസ് പാരൻസ് ഷോഡ് ഓൺ ഹിം ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കെയറും ലവ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം പീപ്പിൾ സോ ഹിം ആസ് എ ബേർഡൻ. അപ്പോൾ അദ്ദേഹം ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ബേർഡൻ ആയിട്ടാണ് പലരും കണ്ടിരുന്നത്. റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ഒക്കെ പറഞ്ഞു. ആൻഡ് ഈവൻ സജസ്റ്റഡ് ഷുഡ് ബി സ്മോതേർഡ്. അപ്പോൾ അദ്ദേഹത്തിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് പോലും ആൾക്കാർ സജസ്റ്റ് ചെയ്തു. എന്തിനാ ഇങ്ങനെ ഒരാൾ, കാരണം കണ്ണ് കാണാൻ പറ്റില്ല, ഡിസേബിൾ ആണ്, ഓക്കെ, അങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആണ്, ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് നിങ്ങൾക്ക് മകനായിട്ട് വേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് എല്ലാവരും പറയുമ്പോഴും അവരുടെ പാരൻസ് ഷോ ഹിം ഇമൻസ് ലവ് ആൻഡ് കെയർ. they earn 20,000 rupees a year. അപ്പോൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് 20,000 rupees, അത്രയും 20,000 rupees മാത്രമാണ് അവർ ഇയർലി ഇൻകം എന്ന് പറയുന്നത്. ഈ ഇയർലി ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്ര
കുറവാണ്, അത്രയും പൂവറായ ആൾക്കാരാണ് അവരുടെ പാരൻസ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ശ്രീകാന്ത് കൺസിഡേർഡ് ദം റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. അവരെ ഏറ്റവും റിച്ചസ്റ്റ് കപ്പിളായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. കാരണം എന്താ? പൈസയല്ല റിച്ചസ്റ്റിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. അതിന് ഏറ്റവും മാനദണ്ഡം എന്ന് പറയുന്നത് ബട്ട് ദെയർ ലവ് ആൻഡ് കെയർ ആണ്. ബട്ട് ദെയർ ലവ് ആൻഡ് കെയർ. ആൻഡ് they believed that giving a birth child was the happiest thing for every married couple. ഓക്കെ, അവർ പറഞ്ഞു ഹീസ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ, അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ലക്കിയസ്റ്റ് ആയ ഒരാളായിട്ടാണ് ശ്രീകാന്ത് പോലെ അവർ കരുതിയിരുന്നത്. ദ ടേം ആപ്പിൾ ഓഫ് ഐ, ആപ്പിൾ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ആ ഒരു അസുഖം അതുപോലെ തന്നെ ആപ്പിൾ ഓഫ് ഐ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഡിഡ് നോട്ട് മീൻ ദം, അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. കാരണം ആപ്പിൾ എന്താണെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാരായിരുന്നു അവൻ്റെ പാരൻസ് എന്ന് പറയുന്നത്. കാരണം ഒരു ആപ്പിൾ കാണാനോ മേടിക്കാനുള്ള പൈസ അവർക്കില്ലായിരുന്നു. ഒരു വർഷം വെറും 20,000 ഇയർലി ഇൻകം ഉള്ള ഒരാൾക്കാർക്ക് എങ്ങനെ ആപ്പിൾ കാണാനോ വാങ്ങാനോ പറ്റുക? അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒന്നുമില്ലായിരുന്നു. ആൻഡ് ഹി വാസ് ഫേസ്ഡ് സോ മെനി ചലഞ്ചസ്. Born without eyes, society saw me a burden and even suggested smothering. സൊസൈറ്റി അടക്കം അദ്ദേഹത്തിനെ ഒരു ആവശ്യമില്ലാത്ത ഒരാളായിട്ടാണ് കരുതുന്നത്, ബേർഡൻ ആയിട്ടാണ് കരുതിയത്. However, my parents showed immense love and care, deeming me the luckiest person. ഓക്കെ, അവര് പാരൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ലക്കിയസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് കരുതിയിരുന്നത്. As a child, I spent time with my father in the field, but my short legs made it difficult. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻ്റ് ഒരു ഫാർമർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹവും പറമ്പിലെടുത്ത് ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഡിസബിലിറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ലെഗ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പറമ്പിലിറങ്ങി പണിയെടുക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞു, മൈ ഫാദർ റിയലൈസ് ഐ ഡിഡിൻ ഫിറ്റ് ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ ആൻഡ് ഡിസൈഡ് ടു പെർസ്യൂ എഡ്യൂക്കേഷൻ ആസ് മൈ പാത്ത്. അപ്പോൾ ഒരിക്കലും നീ കൃഷി ചെയ്ത് കൃഷിക്കാരനാകേണ്ട ആളല്ല, നീ പഠിച്ചു വരില്ല നിലയിൽ എത്തേണ്ടതാണ്. അതുകൊണ്ട് നീ ഇത് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങാനായിട്ട് അച്ഛൻ ഉപദേശിച്ചു. സോ സപ്പോർട്ടീവ് പാരൻസ്, ഹിസ് പാരൻസ് ആർ വെരി സപ്പോർട്ടീവ്. അങ്ങനെ ഇദ്ദേഹത്തിനെ അവിടുത്തെ സ്കൂളിൽ ചേർത്തു. പക്ഷേ സ്കൂളിൽ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഇദ്ദേഹത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവിടെയുള്ള ടീച്ചേഴ്സിന് അറിയില്ല. ഹി ഈസ് ഓൾവേസ് എ ബാക്ക് ബെഞ്ചർ, ഒരു ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓൾവേസ് ലോ ഇൻ സ്കോർ. ഓക്കെ, അങ്ങനെ ഇൻ സ്കൂൾ ശ്രീകാന്ത് ഫേസ് നെഗ്ലക്റ്റ് ആൻഡ് ലോൺലിനെസ്. അദ്ദേഹത്തിന് ഭയങ്കര അധികമായ നെഗ്ലക്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ ലോൺലിനെസ്, അവഗണനയും അതുപോലെ തന്നെ ഏകാന്തതയും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്തായാലും ഫിറ്റ് ആകില്ല എന്ന് മനസ്സിലാക്കിയ പാരൻസും റിലേറ്റീവ്സും പറഞ്ഞു, എൻകറേജ് ദ സ്റ്റുഡൻറ് ടു അറ്റൻഡ് എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, സ്പെഷ്യൽ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ, ഹൈദരാബാദിലുള്ള സ്പെഷ്യൽ സ്കൂൾ അറ്റൻഡ് ചെയ്യാനായി പറഞ്ഞു. വേർ ദ എക്സൽഡ് അക്കാഡമിക്കലി ഏർണിംഗ് ടോപ്പ് റാങ്ക്സ് ആൻഡ് റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ അക്കാഡമിയിൽ ചേർത്തു. ആ അക്കാഡമിയിൽ കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം റാങ്കിൽ പഠനത്തിൽ വളരെ മികച്ചതായി. അതുപോലെ തന്നെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ചെസ്സിലും അതുപോലെ തന്നെ ക്രിക്കറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. He also worked with the APJ Abdul Kalam on various projects including Lead India Youth Transformation Program. അപ്പോൾ അതിലും അദ്ദേഹം പങ്കെടുത്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു APJ അബ്ദുൽ കലാമിൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് പ്രോഗ്രാമായ ലീഡ് ഇന്ത്യ യൂത്ത് പ്രോഗ്രാമിൽ അദ്ദേഹം വൺ ഓഫ് ദ മെമ്പർ ആയിട്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. എഡ്യൂക്കേഷൻ ആൻഡ് ജേർണിയിലേക്കാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് ജേർണിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് സ്പെഷ്യൽ സ്കൂൾ എക്സ്പീരിയൻസ്, അതിനുശേഷം അദ്ദേഹം സെക്യൂർ ചെയ്യുന്ന മാർക്ക്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 10th grade with over 90% marks, he wanted to study science. അപ്പോൾ അദ്ദേഹത്തിന് SLC എക്സാമിന് എത്ര മാർക്ക് കിട്ടി? 90% മാർക്ക് കിട്ടി. ഓക്കെ, അത്രയും ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഹി വാണ്ടഡ് ടു ജോയിൻ സയൻസ്. +1 അല്ലെങ്കിൽ അദ്ദേഹം സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിച്ചു. AP സ്റ്റേറ്റ്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിലാണ് പഠിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ദ സ്കൂൾ അതോറിറ്റി, ദ ഗവൺമെൻറ് സേസ് ദാറ്റ് നിനക്കൊരിക്കലും സയൻസ് എടുത്ത് പഠിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ ബ്ലൈൻഡ് ആണ്, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ്, ആർട്ട് സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു.
despite not being visually impaired, they decide to appeal the government for their lack of acceptance. പക്ഷേ ഇദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറായില്ല. കാരണം ഞാൻ വിഷ്വലി ഇമ്പേർഡ് ആണ്, കാരണം വിഷ്വലി ഡിസേബിൾഡ് ആണ്, പക്ഷേ എനിക്ക് സയൻസ് പഠിക്കണം. ആ ആഗ്രഹത്തോടെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ ഗവൺമെന്റിനെ ചലഞ്ച് ചെയ്യാനായിട്ട് അപ്പീൽ കൊടുത്തു. സോ ദ ലീഗൽ ബാറ്റിൽ ഫോർ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു ലീഗൽ ബാറ്റ്. After achieving impressive result in his early education, Srikanth aimed to study science but faced discrimination based on the disability. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Determined to fight his rights, he initiated a legal battle against the government, ultimately the leading to a landmark order that permitted him to pursue his preferred field of study. അങ്ങനെ ലീഗൽ ബാറ്റിന്, നിയമയുദ്ധങ്ങൾക്ക് അവസാനം അദ്ദേഹത്തിന് +1 ആൻഡ് +2 സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ അനുമതി കിട്ടി. അങ്ങനെ അദ്ദേഹം അത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അച്ചീവ്മെന്റ്സ് ഇൻ അക്കാഡമിക്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനുള്ള അച്ചീവ്മെന്റ്സ് ആണ്. ഹി ബോട്ട് എ ലീഗൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് ആൻഡ് വോൺ ഇവൻച്വലി സ്കോറിംഗ് 98% ഇൻ എക്സാം. ഓക്കെ, അങ്ങനെ അദ്ദേഹം +2 സയൻസിൽ 98% മാർക്കിൽ പാസ്സായി. എഗെയിൻ വീണ്ടും അദ്ദേഹത്തിന് കണ്ടിന്യൂസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം IIT ജോയിൻ ചെയ്യാനായിട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ ഒന്നാണ് IIT. അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ അവിടെയും അദ്ദേഹത്തിനെ റിജക്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് റിജക്റ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് US ഫേമസ് യൂണിവേഴ്സിറ്റിയായ ബെർക്ലിയിലെ യൂണിവേഴ്സിറ്റിയിൽ, US യൂണിവേഴ്സിറ്റിയിൽ MIT സ്റ്റാൻഫോർഡിൽ അപ്ലൈ ചെയ്യുകയും അവിടെ ഇത് കിട്ടുകയും ചെയ്തു. I choose to attend MIT became the first international blind student in its history. ആ MITയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട് ശ്രീകാന്ത് ബോലെ മാറി. ഇനി ഹിസ് ഓൺട്രപ്രണറൽ വെഞ്ചേഴ്സിലേക്കാണ് വരുന്നത്. ആൻഡ് ഫൗണ്ടിങ് ബോലാൻഡ് ഇൻഡസ്ട്രി. ശ്രീകാന്ത് റിട്ടേൺ ടു അപ്പോൾ അവിടെ US അദ്ദേഹം പഠിച്ചു, നല്ല നിലയിൽ പഠിച്ച് നിലയിലെത്തി. അപ്പോൾ അവിടെ തന്നെ ജോലിക്ക് അവസരങ്ങൾ കിട്ടി. അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ പോലെ ഡിസബിലിറ്റി ഉള്ള കുറേ ആൾക്കാർ ഇന്ത്യയിലുണ്ട്, അവരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിലുണ്ടായി. അങ്ങനെ ഹി റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ ടു സപ്പോർട്ട് ദ ഡിസേബിൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ബോലാൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് ബോലാൻഡ് ഇൻഡസ്ട്രി. ദ കമ്പനി എംപ്ലോയ്സ് മോർ ദാൻ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ടീവ് ഓൺ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ. അതിൽ 150 ഡിസേബിൾഡ് ആയ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ജോബിലും അതുപോലെ എഡ്യൂക്കേഷനിലും വേണ്ട സപ്പോർട്ട് അവർ കൊടുത്തു. ഇൻ 2012, Srikanth Bola co-founded Boland Industry, a venture dedicated to producing sustainable packing solution for recycled material. അപ്പോൾ ബോലാൻഡ് ഇൻഡസ്ട്രി 2012 അദ്ദേഹം വേറൊരു ആളുമായിട്ട് co-found ചെയ്ത ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ റീസൈക്ലിംഗ് മെറ്റീരിയലിലൂടെ പാക്കേജിങ് സൊല്യൂഷൻസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. The eco-friendly initiative not only address the environmental concern but also serve as a platform for employing individuals with a disability, emphasizing inclusivity, empowerment in the work force. പക്ഷേ ഇതൊരു എൻവയോൺമെൻറ്റ് സപ്പോർട്ട് ആണെങ്കിൽ പോലും അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് അവിടെ വന്ന് ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ബോലാൻഡ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മിഷൻ to empower disabled. Boland Industry was established with a clear mission to rehabilitate and reintegrate the disabled individuals to the society. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് പുറത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് ജോലിയിൽ അവസരങ്ങൾ കൊടുക്കാനും അവരെ ഒന്ന് റീഇനിഷ്യേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു ബോലാൻഡ് ഇൻഡസ്ട്രി. By providing training and employment opportunities, the company aims to break the stereotypes surrounding disability and demonstrate that everyone has a valuable contribution to mark. അപ്പം അവർ തെളിയിച്ച ഒരു കാര്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും അവരുടേതായ എബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കണ്ണ് കാണാൻ വല്ലാത്ത ഒരാളെക്കുറിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ വലിയ ഭാരമായിട്ട് മാറുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ സ്റ്റീരിയോടൈപ്പ്, ആ ഫിക്സഡ് ഇമേജുകളെ അവർ പൊളിച്ചെഴുതിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ബോലാൻഡ് ഇൻഡസ്ട്രി. അതിലൂടെയാണ് അദ്ദേഹം പലർക്കും അവസരങ്ങൾ കൊടുത്തത്. ആൻഡ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഇതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തത്? ത്രൂ ബോലാൻഡ് ഇൻഡസ്ട്രി
Srikanth has positively impacted on 3,000 students and employed more than 150 disabled individuals. ഇപ്പോൾ ഡിസേബിൾഡ് ആയ 3000-ലധികം സ്റ്റുഡൻസിനും 150 എംപ്ലോയീസിനും ഇദ്ദേഹം അവസരം കൊടുത്തു. The business not only promotes economic independence but also fosters sense of belonging and dignity. അപ്പോൾ ഇത് കൊടുത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്നിറ്റിയാണ്. കാരണം കണ്ണ് കാണാൻ മേലാത്ത ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് ഒരു ഡിഗ്നിറ്റി, അവരുടെ ഒരു വ്യക്തിത്വം, അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൊടുത്തു. ആൻഡ് ഷോക്കേസിങ് ദ പൊട്ടൻഷ്യൽ ഫോർ ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് വിത്തിൻ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് സെക്ടറിൽ ഒരു ആൾക്കാർക്കും വർക്ക് ചെയ്യാമെന്നുള്ള ഇത് വലിയൊരു ഒരു അവസരവും അത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുകയും ചെയ്തു അതിലൂടെ. അപ്പോൾ ഇനി അത് ആ ഫിലോസഫി ആൻഡ് ലെസൺ ആണ്. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. The text teach 3 lessons. Show compassion and help to others to thrive. ഒന്നാമത്തെ കാര്യം, show compassion and help others to thrive. ഓക്കെ, അതായത് മറ്റുള്ളവർ പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് പരിശ്രമങ്ങളിൽ അവരെ സഹായിക്കണം. രണ്ടാമത്തെ കാര്യം, എ ട്രൂ വെൽത്ത് കംസ് ഫ്രം ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സന്തോഷമാണ് ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾ ലീവ്സ് പോവർട്ടി. മൂന്നാമത്തെ കാര്യം, റിമൂവ് ലോൺലിനെസ്. അതായത് പോവർട്ടിയിൽ ജീവിക്കുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരുടെ ലോൺലിനെസ് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഇതാണ് 3 കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ലെസൺ ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആൻഡ് റിമെമ്പർ ദാറ്റ് ഡൂയിങ് ഗുഡ് വിൽ ബെനഫിറ്റ് യു ഫസ്റ്റ്. നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് നടക്കും. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിന്നെ നോക്കി ലോകം പറയും. പക്ഷേ ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ ഐ ക്യാൻ ഡു എനിത്തിങ്. പക്ഷെ ഞാൻ വേൾഡിനോട് തിരിഞ്ഞു നിന്ന് പറയും, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. അതെൻ്റെ ലൈഫാണ് എക്സാമ്പിൾ. താങ്ക് യു. സോ ദിസ് ഈസ് എ സ്പീച്ച് ഓഫ് ശ്രീകാന്ത് ബോലെ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് ജേണിയാണ് പറയാനുള്ളത്. സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മോട്ടിവേഷൻ ഫോർ അസ്. നമുക്ക് എല്ലാവർക്കും വലിയൊരു മോട്ടിവേഷനാണിത്. ഈ ഒരു ലെസണിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ശ്രീകാന്ത് ബോലെയോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കേണ്ടത്. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ടെൽ മി എ ലിറ്റിൽ അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ് ആൻഡ് ഫാമിലി? Then how did your early life shape your attitude towards challenges? What inspired to become an entrepreneur? Can you tell us about the vision behind Bolan Industry? What were some of the biggest challenges you faced in your journey? How did you stay motivated when people doubted your abilities? Who were the key people who guided and supported you? What role did your mentor play during your studies? Among your achievement, which one do you feel the most proud of? How do you see you successfully influencing other people with the disability? So these are the 10 questions to ask to Srikanth Bole. നമുക്കറിയാം, ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന സമയത്ത് WH ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ വരേണ്ടത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ 5 മാർക്ക്. അടുത്തത് നമുക്ക് വേണ്ടത് അതിൻ്റെ ആക്ടിവിറ്റി 2-ൽ വന്ന ക്വസ്റ്റ്യൻ ആണിത്. ബേസ്ഡ് ഓൺ ദ റീഡിംഗ് ഓഫ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ അച്ചീവ്മെന്റ്സ് ഓഫ് ശ്രീകാന്ത് ബോലെ പബ്ലിഷ്ഡ് ഇൻ യുവർ ക്ലാസ് മാഗസിൻ ആണ്. ഇത് നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അതിനൊരു ഹെഡിങ് വന്നു, ബ്ലൈൻഡ് ടു ബ്രില്യൻറ്റ്, ദ ശ്രീകാന്ത് ബോലെ സ്റ്റോറി. ഓക്കെ, മാഗസിൻ എഡിറ്റർ എഴുതുന്നതാണ്. അപ്പോൾ ശ്രീകാന്ത് ബോലെ ഈസ് എ റിമാർക്കബിൾ ജേർണി എക്സാമ്പിൾ ടു ദ പവർ ഓഫ് റെസിലൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. Despite being visually challenged, he successfully founded Bolan Industry and thriving eco-friendly packaging company, providing physical limitation can't hinder ambition. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഒരിക്കലും നമ്മുടെ അംബീഷനെ, നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തില്ല എന്ന് പ്രൂവ് ചെയ്യുകയാണ് അദ്ദേഹം. Born blind to economically disadvantaged parents, he faced numerous challenges including rejection of the society, discouragement from the educational institution. അപ്പോൾ അദ്ദേഹം പുവർ ഫാമിലിയിലാണ് ജനിച്ചത്. നമുക്ക് കഥ അറിയാം, കാര്യങ്ങൾ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം നെഗ്ലക്റ്റും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. However, his parents' support and commitment to his education paved the way for his success. Then continue.
തേർഡ് പാരഗ്രാഫ് ആണ്. ദോ ഹി വാസ് എക്സ്ക്ലൂഡഡ് ഇൻ സ്കൂൾ, ഹർ ലേറ്റർ എക്സൽ ഇൻ എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്, scoring over 90% in grade 10. He was allowed to study science only after winning a legal fight. ലീഗൽ ഫൈറ്റിന് ശേഷമാണ് അദ്ദേഹത്തിന് പഠിക്കാൻ അവസരം കിട്ടിയത്. വിത്ത് ദ ഹെൽപ്പ് ഫ്രം എ മെൻറ്റർ ഹി സ്കോർഡ് 98% ഇൻ സയൻസ് ആൻഡ് പ്രൊവൈഡഡ് ഹിസ് പൊട്ടൻഷ്യൽ. വെൻ IIT refused to admit due to his blindness, Srikanth applied to the top US university and accepted MIT, Stanford and others, and became the first international blind student at MIT. And instead of settling in USA, he returned to India to help the disabled community. He founded Bolan Industry, which employs over 150 disabled people, earns over $1 million. His company focuses on eco-friendly product and acts as a support system for disabled. Srikanth journey is a powerful reminder that true success comes from helping others to thrive. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് തൻ്റെ ലൈഫിൽ സക്സസ് ആകാനുള്ള ഏറ്റവും വലിയ കാര്യം. ഹിസ് ലൈഫ് ടീച്ചേഴ്സ് ദാറ്റ് ഡിസബിലിറ്റി കനോട്ട് സ്റ്റോപ്പ് ഡിറ്റർമൈൻഡ് മൈൻഡ്സ്. ഡിസബിലിറ്റി ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ശ്രീകാന്ത് പോലെ. ഹി ബിലീവ്സ് ദാറ്റ് വെൽത്ത് കംസ് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. അതായത് വെൽത്ത് എവിടെ നിന്നാണ് വരുന്നത്? ഹാപ്പിനെസ് ഓഫ് അതേഴ്സ് ആണ്. വെൻ ഡൂയിങ് സംതിങ് ഗുഡ് വി ആർ ദ ഫസ്റ്റ് ടു ബി ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് ആർക്ക് കിട്ടും? നമുക്ക് തന്നെ കിട്ടും എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. അതിലൊരു ഇവന്റ് ഇൻവിറ്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകാന്ത് പോലെ നമ്മളൊരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇത് നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന നോട്ടീസുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മളൊരു ബോക്സിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ഹെഡിങ് കാര്യങ്ങൾ കൊടുക്കുന്നു. സ്കൂളിൻ്റെ പേര് ABCD സ്കൂൾ പുൽപ്പള്ളി വയനാട്, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, December 3 ഡേറ്റ് കൊടുത്തു. ഡിയർ ശ്രീകാന്ത് ബോലെ, we are delighted to invite you to the chief guest at our special program celebrating International Day for Person with Disability. അപ്പോൾ അതായത് ഇന്റർനാഷണൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇതിൽ ആ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. The event organized by the English Club. English Club ആണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. Aim to promote awareness about the right and contribution of differently abled individuals. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാരുടെ റൈറ്റ്സും കോൺട്രിബ്യൂഷനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോസ്റ്ററിങ് ഇൻക്ലൂഷൻ ആൻഡ് എംപവർമെൻറ്റ്. ഇനി ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഡേറ്റ് December 3, 2025, ടൈം 10 AM. എവിടെയാണ് വെന്യൂ? സ്കൂൾ ഓഡിറ്റോറിയം. ദെൻ അടുത്തൊരു പാരഗ്രാഫും കൂടെ. യുവർ ഇൻസ്പയറിംഗ് ജേർണി ആൻഡ് സക്സസ്ഫുൾ സ്റ്റോറി വിൽ അൺഡൗട്ട്ഫുള്ളി മോട്ടിവേറ്റ് അവർ സ്റ്റുഡൻസ്. We would be honored to have you join us, make the occasion even more meaningful. Thank you for your considering our invitation. Best regards, convener English Club ABCD School Pulpalli, November 25, 2025. So this is an invitation. ഈ ഒരു 3 ആക്ടിവിറ്റി ആണ് നമ്മുടെ ഈ ലെസണിലുള്ളത്. 3 ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ മാഗസിനിൽ വന്ന ആർട്ടിക്കിൾ, ദെൻ ഇൻവിറ്റേഷൻ. Okay, so these are the important things in the lesson. Okay, അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് കാണാം. അപ്പോൾ see you, bye.